ഹായ്, ഇന്നത്തെ തീയതി അതെ, ഏപ്രിൽ 23 ശനിയാഴ്ച. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടായതെന്ന്? അതിന് പിന്നിൽ ഒരുപാട് വർഷങ്ങളിലെ കഥകളുണ്ട്, ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂറുകൾ, ദിവസം, ആഴ്ച, മാസം, വർഷം, അങ്ങനെ സമയത്തിന്റെ പല കണക്കുകൾ. ഒരു നിമിഷം പോലെ തന്നെ വിലപ്പെട്ടതാണ് ഓരോ തീയതിയും. സത്യത്തിൽ മനുഷ്യനില്ലെങ്കിൽ കലണ്ടറുമില്ല, സമയവുമില്ല. മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ തന്നെ സ്വയം അളന്നെടുത്തതാണ് സമയവും കലണ്ടറും ഒക്കെ. മൃഗങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കൃഷിയുടെ സമയത്തിന് വേണ്ടിയൊക്കെയാണ് പണ്ട് കലണ്ടറുകളെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഫോസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാൻ ജോഫോസ്. കലണ്ടറും അതുമൊക്കെ ഒരമ്മ പെറ്റ ഒരേ കാലഘട്ടത്തിലെ മക്കളാണ്. ആദ്യത്തെ സിവിലൈസേഷനായ മെസൊപ്പൊട്ടോമിയയിൽ നിന്നാണ് കലണ്ടറുകളുടെയും മതങ്ങളുടെയും തുടക്കം. ആദ്യ കാലഘട്ടങ്ങളിൽ സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്ന നിഴലായിരുന്നു സമയം. എല്ലാ ദിവസത്തെയും ഒരുപോലെ കണ്ടിരുന്ന അവരുടെ ഇടയിൽ കൃത്യസമയത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ കൃത്യമാർന്ന സമയം വേണമെന്ന് അവർക്ക് തോന്നിയപ്പോൾ രാത്രികാലങ്ങളിൽ കാണുന്ന നക്ഷത്രങ്ങളെ അവർ ആശ്രയിച്ചു. പകൽ പ്രകാശം കൂടിയ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ള നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കില്ലായിരുന്നു. പഴയ ആളുകളുടെ ചിന്തയനുസരിച്ച് രാത്രികാലങ്ങളിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നുവെന്നായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളുടെ രൂപവും സ്ഥാനവും കണക്കാക്കി സമയത്തെ അളക്കാൻ ആരംഭിച്ചു. ഏകദേശം 1 ഡിഗ്രി സഞ്ചരിക്കാൻ വേണ്ടി 4 മിനിറ്റ് എടുക്കുമെന്ന് നമ്മൾക്കിപ്പോൾ അറിയാം. അവർ കരുതിയത് ഭൂമി മധ്യഭാഗവും സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം ഭൂമിയെ വലം വയ്ക്കുന്നു എന്നായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയാൽ അത് എത്ര ഡിഗ്രി സഞ്ചരിച്ചുവെന്ന് അളക്കാൻ സാധിക്കും. ആകാശത്തിലേക്ക് നീട്ടിപ്പിടിച്ച ഒരു കൈയുടെ അഗ്രഭാഗം അത് 1 ഡിഗ്രി ആയിട്ട് അവർ കണക്കാക്കി. ആ സമയത്തെ അവർ 10 വിനാഴിക എന്ന് വിളിച്ചു. ഇന്നത്തെ കണക്കനുസരിച്ച് 1 വിനാഴിക എന്നാൽ ഏകദേശം 2.5 മിനിറ്റ് ആണ്. 60 വിനാഴിക 1 നാഴികയും 60 നാഴിക 1 ദിവസമെന്നും അവർ കണക്കാക്കി. ചന്ദ്രൻ 27 ദിവസവും 8 മണിക്കൂറും കൊണ്ടാണ് ഭൂമിയെ വലം വയ്ക്കുന്നത്. ചന്ദ്രൻ കറങ്ങി തിരിച്ചു വരുന്ന ആ സമയത്തെ അവർ കണക്കാക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അവർക്ക് 28 ദിവസത്തിന്റെ ഒരു കണക്ക് കിട്ടി. ചന്ദ്രന്റെ ഒപ്പം ഉദിച്ചു വരുന്ന നക്ഷത്രത്തെ തിരിച്ചറിയാൻ വേണ്ടിയും ആ സമയത്തെ അളക്കുവാൻ വേണ്ടിയും ആ നക്ഷത്രങ്ങൾക്ക് ഒരു കൂട്ടത്തെ അവരുണ്ടാക്കി. അതിന് പേരും നൽകി. സാങ്കല്പിക രൂപമായ കുതിരയുടെ തല പോലിരിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ അവർ അശ്വമുഖി എന്നർത്ഥമുള്ള അശ്വതി എന്ന് വിളിച്ചു. ഭരണി പോലിരിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് അവർ ഭരണി എന്നും സഹോദരിമാരെ പോലിരിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് അവർ കാർത്തിക എന്നും പേര് വിളിച്ചു. ഇങ്ങനെ ആദ്യത്തെ 28 ദിവസ കലണ്ടർ ഉണ്ടായി. ഈ കലണ്ടർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുട്ടികൾ ജനിക്കുമ്പോഴായിരുന്നു. കുട്ടി ജനിച്ച് 27 ദിവസം കഴിഞ്ഞ് 28ാമത്തെ ദിവസം അരയിൽ ഒരു ചരട് കെട്ടുന്നു. അടുത്ത 28 ദിവസത്തിന് ശേഷം പിന്നെ ആ ചരടിൽ തന്നെ ഒരു കെട്ടും കൂടി ഇടുന്നു. അങ്ങനെ ഓരോ 28 ദിവസങ്ങൾക്ക് ശേഷം ചരടിൽ ഓരോ കെട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. ആ കെട്ടിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എത്ര ദിവസം ആ കുട്ടിക്ക് പ്രായമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും മനസ്സിലായി കാണും 28 കെട്ടിന്റെ ചരിത്രം എന്താണെന്ന്. പിന്നീട് മനുഷ്യർക്ക് തോന്നി ചന്ദ്രനെ മാത്രമല്ല സൂര്യനെ നോക്കിയും സമയം അളന്നാലോ എന്ന്. സൂര്യനുള്ളപ്പോൾ മറ്റ് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ അവർ അളക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ഓരോ നക്ഷത്രക്കൂട്ടങ്ങൾക്കും ഓരോ മാസങ്ങളുടെ പേര് നൽകി. ഈ കണ്ടെത്തൽ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്തു. കാരണം നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഏത് മാസമെന്നും ഏത് കൃഷി ഇറക്കണമെന്നും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. 2 ആഴ്ചയോളം സൂര്യന് പുറകിൽ കാണാൻ സാധിക്കുന്ന നക്ഷത്രക്കൂട്ടത്തിന്റെ ഞായറുള്ള വേള എന്നർത്ഥമുള്ള ഞാറ്റുവേല എന്ന് വിളിച്ചു. ഇത് കാർഷിക വൃത്തിക്ക് ഒരുപാട് ഉപകാരമുള്ളതായിരുന്നു. ഉദാഹരണത്തിന് തിരുവാതിര നക്ഷത്രം കാണാൻ പറ്റുന്ന ഞാറ്റുവേലയിൽ മഴ പെയ്യുന്നു. തണ്ട് മുറിച്ചുള്ള ഏത് കൃഷിക്കും അത് ഉപകാരപ്പെടുന്ന മാസമാണെന്നും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. പൂയം നക്ഷത്രം കർക്കിടക മാസത്തിലാണ്. ആ നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന കുട്ടികളെല്ലാം പട്ടിണി കിടന്ന് മരിക്കുമെന്നും ആ നക്ഷത്രം കൊള്ളത്തില്ലെന്നും ആളുകൾ വിശ്വസിക്കാൻ ആരംഭിച്ചു. നക്ഷത്രങ്ങളുടെ പേരും ഞാറ്റുവേലയുടെ സ്വഭാവങ്ങളും ഒന്നായതോടെ ആളുകൾ അതിനെ ഒരു ദോഷമായി കണ്ടു. അതിൽ നിന്ന് ചൊവ്വാദോഷവും മുന്നാളും ഉണ്ടാക്കി കെട്ടുകഥകൾ പറഞ്ഞു വരുത്തി. നമ്മൾക്കറിയാം, ഈ കാരണം പറഞ്ഞ് പല പെൺകുട്ടികളുടെയും കല്യാണം നടക്കാറില്ല. കഥയറിയാത്ത മനുഷ്യന്റെ ഓരോരോ മണ്ടത്തരങ്ങൾ. എന്താ ചെയ്യുക, ഭൂമി സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയ മനുഷ്യൻ ഇതുവരെ അവരുടെ അനാചാരങ്ങളും അവിശ്വാസങ്ങളും വിട്ടുകളഞ്ഞിട്ടില്ല. ഇതൊക്കെ ഭാരതത്തിന്റെ ചരിത്രം. ഇനി പറയാം ശരിയായ യഥാർത്ഥ കലണ്ടർ ഉണ്ടായ കഥ. നമുക്കിപ്പോൾ അറിയാം ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങൾക്ക് ഒരു രൂപമില്ലെന്നും ഓരോ നക്ഷത്രങ്ങൾ തമ്മിൽ ഒരുപാട് കോടിക്കണക്കിന് പ്രകാശ വർഷത്തിന്റെ അകലമുണ്ടെന്നും എല്ലാം സാങ്കല്പികമാണെന്നും. ഇന്ത്യക്കാർ കുതിരയെ കണ്ടപ്പോൾ അറബികൾ ഒട്ടകത്തെ ആയിരിക്കും കണ്ടത്.
മറ്റു ചിലർ സിംഹത്തെയും. കേട്ടിട്ടില്ലേ സോഡിയാക് സൈൻ? ലിയോ എന്നർത്ഥമുള്ള അഥവാ സിംഹത്തിന്റെ പേരുള്ള സോഡിയാക് സൈൻ. കുറച്ചു കാലഘട്ടം പുറകിലോട്ട് പോയാലോ, അതായത് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിലെ ബാബിലോണിലേക്ക്. ഇന്ത്യക്കാർ കണ്ടതുപോലെ തന്നെ അവിടുത്തെ ആളുകളും ആകാശത്തിൽ നക്ഷത്ര കൂട്ടങ്ങളെ കണ്ടിരുന്നു. പക്ഷെ പേരുകൾ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ബാബിലോണിക്കാർ 36 ആകാശവും 36 നക്ഷത്ര കൂട്ടങ്ങളെയും കണ്ടിരുന്നു. പിന്നീട് 3 നക്ഷത്ര കൂട്ടങ്ങളെ ഒന്നിച്ചാക്കി 12 ആകാശങ്ങളാക്കി മാറ്റി. അതിനെ പിന്നീട് ഇന്ത്യക്കാർ രാശി എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ പഴയ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ കച്ചവടത്തിന് വേണ്ടി പാലായനം ചെയ്യുന്ന ആളുകളാണ് വിശ്വാസങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ബാബിലോണിലെ ആളുകൾ കണ്ട രൂപത്തെ ഇന്ത്യക്കാരും ഏറ്റുപിടിച്ചു. അവർ കണ്ട ചെമ്മരിയാടിന്റെ രൂപത്തിന് എലീസ് എന്നും, കാളയുടെ രൂപത്തിന് ടോറസ് എന്നും, ഇരട്ടകളെ പോലെ തോന്നുന്നതിന് ജെമിനി എന്നും, കന്യകയെ പോലെ തോന്നുന്നതിന് വെർജിൻ എന്നർത്ഥമുള്ള വെർഗോ എന്നും, തേളിന്റെ രൂപത്തിന് ക്യാൻസർ എന്നും, സിംഹത്തിന്റെ രൂപത്തിന് ലിയോ എന്നും പേര് കൊടുത്തു. അതേ രൂപങ്ങൾ ഇന്ത്യയിലെത്തിയപ്പോൾ ചെമ്മരിയാടിന്റെ രൂപമുള്ള നക്ഷത്രക്കൂട്ടത്തിന് മേശം എന്നർത്ഥമുള്ള മേടമെന്നും, ഇരട്ടകളെ പോലെ തോന്നുന്നതിന് മിഥുനമെന്നും, തേളിന്റെ രൂപത്തിന് കർക്കിടകമെന്നും, സിംഹത്തിന്റെ രൂപത്തിന് ചിങ്ങമെന്നും, കന്യകയുടെ രൂപത്തിന് കന്നി എന്നും പേര് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. പല കലണ്ടറുകൾ നിലവിലുണ്ടായിരുന്നു. ജൂലിയൻ കലണ്ടർ, മായൻ കലണ്ടർ, അങ്ങനെ പല പല കലണ്ടറുകൾ. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ കലണ്ടറുകളും പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈജിപ്തിലെ ആളുകളായിരുന്നു ആദ്യത്തെ 12 മാസമുള്ള ലൂണി സോളാർ കലണ്ടർ നിർമ്മിച്ചത്. റോമൻ ചക്രവർത്തിയായിരുന്ന റൊമുലസിന്റെ കാലത്ത് ഒരു വർഷത്തിൽ 355 ദിവസവും 12 മാസവും ഓരോ മാസങ്ങളിൽ പല ദിവസങ്ങളുമുള്ള കലണ്ടറുകൾ നിർമ്മിച്ചു. റോമാക്കാർ ഓരോ മാസത്തിലെ ദിവസങ്ങളെയും 3ആയി തിരിച്ചിരുന്നു. മാസത്തിലെ 14, 15, 16 തീയതികൾ ഐഡിസ് എന്നും 6, 7, 8 ദിവസങ്ങൾ നോൺസ് എന്നും ആദ്യത്തെ ദിവസത്തെ കലണ്ട എന്നും വിളിച്ചു. അങ്ങനെ കലണ്ട എന്ന വാക്കിൽ നിന്ന് കലണ്ടർ എന്ന വാക്കുണ്ടായി. ഒരിക്കൽ ജൂലിയസ് സീസറിന്റെ വീട്ടിൽ ഒരു സുന്ദരിയായ 21 വയസ്സുള്ള പെൺകുട്ടി ഒരു സഹായം തേടിയെത്തി. ആ പെൺകുട്ടിയുടെ പേരാണ് ക്ലിയോപാട്ര. ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ സീസർ ടോളമി 13 തന്റെ സഹോദരിയായ ക്ലിയോപാട്രയോടൊപ്പം രാജ്യം ഭരിക്കുവാൻ വേണ്ടി കൽപ്പനയിട്ടു. ആ സന്തോഷത്തിൽ ക്ലിയോപാട്ര നടത്തിയ മെഗാ പാർട്ടിയിൽ വെച്ചിട്ടാണ് സീസർ ഈജിപ്തിലെ കലണ്ടറിനെ പറ്റി കേൾക്കുന്നത്. BC 46 ജൂലിയസ് സീസർ കിട്ടാവുന്നതിൽ വെച്ച് എല്ലാ പണ്ഡിതന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, റോമ സാമ്രാജ്യത്തിലെ കലണ്ടറുകൾ പുതുക്കണമെന്നും ഈജിപ്തിലെ കലണ്ടർ പോലെ ആക്കണമെന്നും കൽപ്പനയിട്ടു. അങ്ങനെ എല്ലാ 4 വർഷം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ലീപ് ഇയറും സീസർ കൂട്ടിച്ചേർത്ത് 67 ദിവസമുള്ള 365 ദിവസത്തെ കലണ്ടർ ഉണ്ടാക്കി. അതിനെ നമ്മൾ ജൂലിയൻ കലണ്ടർ എന്ന് വിളിക്കുന്നു. എല്ലാ 134 വർഷം കഴിയുമ്പോഴും ദിവസങ്ങൾക്ക് മാറ്റം വരുവാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ വസന്തകാലത്ത് വരേണ്ട ഈസ്റ്റർ ശൈത്യകാലത്ത്, അതായത് തണുപ്പ് സമയത്തിന് എത്തുമെന്ന് മനസ്സിലാക്കിയ പോപ്പ് ഗ്രിഗറിയാണ് 1582 ഒക്ടോബർ 4 പുതിയ കലണ്ടർ പുറത്തിറക്കിയത്. റോമൻ കലണ്ടറും ജൂലിയൻ കലണ്ടറും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. റോമൻ കലണ്ടറിൽ മാസങ്ങൾ തുടങ്ങുന്നത് മാർച്ചിലായിരുന്നു. ആദ്യത്തെ മാസം മാർഷ്യസ് എന്ന് പറയുന്ന മാസമായിരുന്നു. അതിൽ നിന്നാണ് മാർച്ച് എന്ന വാക്കുണ്ടായത്. പിന്നീട് വന്ന ജൂലിയൻ കലണ്ടറിൽ ആദ്യത്തെ മാസം ലാനുവാരിയസും രണ്ടാമത്തെ മാസം ഫെബ്രുവാരിയസുമായിരുന്നു. ജൂലിയൻ കലണ്ടറിൽ നിന്നാണ് ഗ്രിഗോറിയൻ കലണ്ടറിൽ മാസങ്ങളുടെ പേര് ലഭിച്ചത്. ലനുവാരിയസ് ജനുവരിയായി, ഫെബ്രുവാരിയസ് ഫെബ്രുവരിയായി, മാർഷ്യസ് മാർച്ചായി, ഏപ്രിലിസ് ഏപ്രിലായി, മെയ്യസ് മെയ് ആയി, ജൂണിയസ് ജൂണായി, ക്വിന്റിലിസ് അല്ലെങ്കിൽ ലൂലിയസ് ജൂലൈ ആയി, സെക്സ്റ്റിലിസ് അല്ലെങ്കിൽ അഗസ്റ്റസ് ഓഗസ്റ്റ് ആയി. പിന്നീടുള്ള 4 മാസങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സെപ്റ്റംബർ ആയി. 8 എന്നർത്ഥമുള്ള ഒക്ടിൽ നിന്ന് ഒക്ടോബറും 9 എന്നർത്ഥമുള്ള 9ൽ നിന്ന് നവംബറും പിന്നീട് ഡിസംബറും ഉണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ പണ്ട് 10 മാസത്തെ കലണ്ടറുകളായിരുന്നു. ആ സമയത്താണ് മാർച്ചിൽ നിന്ന് മാസങ്ങൾ ആരംഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 10 മാസങ്ങളുടെ ആവശ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ലനുവാരിസും ഫെബ്രുവാരിസും കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ കലണ്ടറിൽ 12 മാസങ്ങളുണ്ട്. ഓരോ മാസത്തിലും 4 ആഴ്ചകളുണ്ട്. ഓരോ ആഴ്ചയിലും 7 ദിവസങ്ങളുണ്ട്. ഓരോ ആഴ്ചയിലെയും ദിവസത്തിന്റെ പേരുകൾ നമ്മൾക്കറിയാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. സൺഡേ എന്നാൽ സൂര്യദേവനെ ആരാധിക്കാനുള്ള ദിവസവും, മൺഡേ എന്നാൽ മൂൺ അല്ലെങ്കിൽ ചന്ദ്രനെ ആരാധിക്കാനുള്ള ദിവസമെന്നും, അങ്ങനെ ചൊവ്വ, ബുധൻ, ശുക്രൻ, അങ്ങനെ ഓരോ ദൈവങ്ങൾക്കും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദിവസങ്ങൾ വെച്ചു. റോമൻ ചക്രവർത്തിയായിരുന്ന സോൾ ഇൻവിക്ടസ് ആണ് ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടിയുള്ള ദിവസമാക്കി മാറ്റിയത്. സൂര്യദേവന്റെ ആരാധകനായിരുന്ന സോൾ ഇൻവിക്ടസ് ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടിയുള്ള ദിവസമാക്കി മാറ്റി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉറപ്പായും